ടർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ വിജയലഹരിയിലാണ് സംവിധായകൻ വൈശാഖ്. മധുര രാജ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയുമായി ഒന്നിച്ചു ചെയ്ത ചിത്രം തിയേറ്ററിൽ വലിയ നേട്ടമാണ് നേടിയത്. ഈ ആക്ഷൻ ചിത്രം ഇതിനോടകം ആഗോളതലത്തിൽ 50 കോടി നേടിയെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചത്. വൈശാഖിന്റെ ടർബോയ്ക്ക് മുൻപുള്ള ചിത്രം മോഹൻലാൽ നായകനായ മോൺസ്റ്റർ ആയിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ അതിഭീകരമായ പരാജയമായിരുന്നു. മോൺസ്റ്ററിൽ സംഭവിച്ച ക്ഷീണം തീർക്കാൻ വലിയ പരിപാടി തന്നെ മോഹൻലാലുമായി ആലോചിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ വൈശാഖ് പറയുന്നത്. മൂവി വേൾഡിന് നൽകിയ അഭിമുഖത്തിലാണ് വൈശാഖ് ഇത് പറയുന്നത്. അന്ന് മോൺസ്റ്ററിന് പകരം ചെയ്യേണ്ടിയിരുന്നത് മറ്റൊരു വലിയ സിനിമയായിരുന്നു. അന്നത് നടന്നില്ല. എന്നാൽ അത് സംഭവിക്കും. അവർ തന്നെയാണ് അത് നിർമ്മിക്കുന്നത്. അതിന്റെ ഡേറ്റും കാര്യങ്ങളും ആളുകൾ എല്ലാം ഒന്നിച്ചു വന്നാൽ അത് സംഭവിക്കും. വലിയ പരിപാടിയാണത്. മോൺസ്റ്ററിന്റെ ക്ഷീണമൊക്കെ അന്ന് മാറും. മോഹൻലാലിന്റെ കരിയറിലെ വൻ ബോക്സ് ഓഫീസ് വിജയങ്ങളിലൊന്നായ പുലിമുരുകൻ ഒരുക്കിയ സംവിധായകനാണ് വൈശാഖ്. 2016 പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ 150 കോടിക്കടുത്ത് കളക്ഷൻ നേടിയിരുന്നു. അതേസമയം പോക്കിരി രാജയ്ക്കും മധുര രാജയ്ക്കും ശേഷം വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്നതായിരുന്നു ടർബോയുടെ പ്രധാന USP. പമ്പൻ സ്ക്രീൻ കൗണ്ടുമായാണ് ചിത്രം കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലും 23-ന് എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം 364 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനം ആരംഭിച്ചത്. മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. 2 മണിക്കൂർ 35 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫറർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 5ാമത്തെ സിനിമയാണ് ടർബോ. ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്ന ചിത്രത്തിലെ മറ്റു സുപ്രധാന വേഷങ്ങൾ കന്നഡ താരം രാജ്വി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് ചിത്രത്തിൽ കൈയ്യടി നേടുന്ന ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്.